ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. പരിക്ക് ഇപ്പോൾ ബ്രസീലിയൻ ദേശീയ ടീമിന് വലിയ തലവേദന സൃഷ്ടിക്കുന്നുണ്ട്. റോഡ്രിഗോക്ക് ACL ഇഞ്ചുറിയാണ്. വേൾഡ് കപ്പ് നഷ്ടമാകും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രൂണോ ഗിമറസ് പരിക്കിന്റെ പിടിയിലാണ്. അടുത്ത സൗഹൃദ മത്സരങ്ങൾ കളിക്കാൻ അദ്ദേഹം ഉണ്ടാവില്ല. കയോ ഹെൻറിക്കയും ഇപ്പോൾ പരിക്കിന്റെ പിടിയിലാണ്. അടുത്ത സൗഹൃദ മത്സരങ്ങൾ കളിക്കാൻ അദ്ദേഹവും ഉണ്ടാവില്ല. മറ്റൊരു റിപ്പോർട്ട് കൂടി ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ബ്രസീലിന്റെ റൈറ്റ് ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന താരമാണ് വാൻഡേഴ്സൺ. അദ്ദേഹത്തിന് ഇപ്പോൾ പരിക്കേറ്റിട്ടുണ്ട്. തൈ ഇഞ്ചുറിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം സർജറിക്ക് വിധേയനാവുകയാണ്. മിക്കവാറും വേൾഡ് കപ്പ് അദ്ദേഹത്തിന് നഷ്ടമാകും എന്നാണ് ഗ്ലോബോ പറഞ്ഞിട്ടുള്ളത്. പ്രാക്ടിക്കലി അദ്ദേഹം വേൾഡ് കപ്പിൽ നിന്നും പുറത്തായി എന്നാണ് ഗ്ലോബോ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് സർജറിക്ക് ശേഷം കളിക്കളത്തിലേക്ക് മടങ്ങിയെത്താൻ ഏകദേശം 3 മാസമെങ്കിലും പിടിക്കും. അതുകൊണ്ട് തന്നെ വേൾഡ് കപ്പിൽ വാൻഡേഴ്സൺ ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന കാര്യം ഗ്ലോബോ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മൊണോക്കോക്ക് വേണ്ടി കളിക്കുന്ന താരമാണ് വാൻഡേഴ്സൺ. അദ്ദേഹം റൈറ്റ് ബാക്ക് പൊസിഷനിലാണ് കളിക്കുന്നത്. അദ്ദേഹത്തെയാണ് ബ്രസീലിയൻ ദേശീയ ടീമിന് ഇപ്പോൾ നഷ്ടമാകുന്നത്. അതുകൊണ്ട് തന്നെ കാർലോ ആഞ്ചലോട്ടിക്ക് മറ്റു റൈറ്റ് ബാക്ക് താരങ്ങളെ ടീമിലേക്ക് ഉൾപ്പെടുത്തേണ്ടി വരും. വേൾഡ് കപ്പിൽ മിക്കവാറും വാൻഡേഴ്സൺ ഉണ്ടാവില്ല എന്നാണ് റിപ്പോർട്ടുകൾ. മൊണോക്കോക്ക് വേണ്ടി കളിക്കുന്ന മറ്റൊരു താരമാണ് കയോ ഹെൻറിക്ക്. അദ്ദേഹം ലെഫ്റ്റ് ബാക്ക് പൊസിഷനിലാണ് കളിക്കുന്നത്. അദ്ദേഹത്തിനും പരിക്കേറ്റിട്ടുണ്ട്. ഈ രണ്ട് താരങ്ങൾക്കും ഒരേ മത്സരത്തിലാണ് പരിക്കേറ്റിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.